ഈ കൊളത്തൂപ്പുഴ എണ്ണപ്പനയിൽ തീപിടുത്തമുണ്ടായി. നിങ്ങൾക്കറിയുന്ന പോലെ കഴിഞ്ഞ രാത്രി 12 മണിയോടെ ഈ എണ്ണപ്പനയിലുണ്ടായ തീപിടുത്തം അത് നിയന്ത്രണവിധേയമായിരുന്നു. വനം വകുപ്പും അതുപോലെ ഫോറസ്റ്റും അതുപോലെ ഫയർഫോഴ്സും ചേർന്ന് തീ അണച്ചു. ഏരൂരിലെ എണ്ണപ്പന തോട്ടം നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ ഈ എണ്ണപ്പന തോട്ടത്തിന് തീ പിടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കെട്ടുകഴിയുള്ള സംഭവമല്ല. പക്ഷേ അങ്ങനെ ഉണ്ടായി. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഒന്ന് പോകുന്നത്. സലീം മാലിക്കും ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് നമ്മുടെ കൊളത്തൂപ്പുഴയിലെ ഏരൂർ, ശരിക്കും പറഞ്ഞാൽ ഏരൂരിലാണ് ഈ സ്ഥലം, ഏരൂർ എണ്ണപ്പന തോട്ടത്തിന് എന്താണ് സംഭവിച്ചത്? സലീം മാലിക് പറയൂ. സലീം മാലിക്, എന്താ സംഭവിച്ചത്? ആദ്യം ഒരു തിരുത്ത്, ഏരൂരിലല്ല കണ്ടൻചിറ എസ്റ്റേറ്റിലാണ്. ഏരൂർ എണ്ണപ്പന ഇതിന് തൊട്ടു ചേർന്നുള്ള മറ്റൊരു എസ്റ്റേറ്റാണ്. ഇന്നലെ തീപിടുത്തം ഉണ്ടായത് കണ്ടൻചിറ എസ്റ്റേറ്റിലാണ്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഇപ്പോഴും ഈ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയ തീപിടുത്തമാണ്. അത് രാത്രി 12 മണി വരെ, അതായത് 10 മണിക്കൂറിലധികം തിന്ന് 10 ഹെക്ടറിലധികം ഭൂമി, ഈ എണ്ണപ്പന തോട്ടത്തിൻ്റെ ഭൂമി കത്തി നശിക്കുകയും എണ്ണപ്പനകൾ കത്തി നശിക്കുകയും ചെയ്തൊരു വലിയ തീപിടുത്തം. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തങ്ങളിൽ ഒന്നാണ്. എത്രയും വ്യാപ്തിയുള്ളൊരു തീപിടുത്തമാണ് ഉണ്ടായത്. ഇപ്പോഴും അതിൻ്റെ പുക കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഇന്നലെ ഫയർഫോഴ്സ് മണിക്കൂറുകളോളം നിന്നുകൊണ്ടാണ് ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ പുകപടലങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. ഒരു വലിയ ആശങ്ക ഇപ്പോൾ ഈ പ്രദേശത്ത് അല്പം മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ആ പുക അങ്ങനെ നിൽക്കുന്നതാണ്. വെയിൽ കൂടുമ്പോൾ ഈ തീപിടുത്തത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകുമോ എന്നൊരു ആശങ്ക ഇവിടെയുണ്ട്. കാരണം പല വഴികളിലായാണ് ഇന്നലെ തീപിടുത്തം ഉണ്ടായ പല സ്ഥലങ്ങളിലായാണ് ഇപ്പോഴും ചെറുതായൊക്കെ പുകയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കൂടി നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷവും സമാനമായി ഇതേ എസ്റ്റേറ്റിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി സാധ്യത സംശയിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. മാത്രമല്ല ഈ തൊഴിലാളികൾ ഇന്നലെ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ നാട്ടുകാരിൽ ആരോ ഒരാൾ തീ കത്തിച്ചതാണ് എന്നൊരു ആശങ്ക ഉയർത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ ഈ പ്രദേശത്തുള്ളത് കൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പരാതി പോയിട്ടുണ്ട്. വനം വകുപ്പ് തന്നെ പരാതി നൽകിയിട്ടുമുണ്ട്. ഈ ഭൂമി വനം വകുപ്പിൻ്റേതാണ്. ഈ ഭൂമി വനം വകുപ്പ് ലീസിന് നൽകിയിരിക്കുകയുമാണ്. ലീസിന് നൽകി ഈ എണ്ണപ്പന യുമായി ബന്ധപ്പെട്ട അവരുടെ അതോറിറ്റി അത് ലീസിനെടുത്താണ് ഇവിടെ എണ്ണപ്പന കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷത്തിന് മുൻപ് പുതുതായി നട്ടുപിടിപ്പിച്ച എണ്ണപ്പന മരങ്ങൾ ആ പ്രദേശത്താണ് തീ കാര്യമായി പിടിച്ച് വലിയ നാശമുണ്ടായത്. ആ പുതിയ തൈമരങ്ങളൊക്കെ നശിക്കുന്നൊരു സാഹചര്യവും ഉണ്ടായി. സാധാരണഗതിയിൽ അത്തരത്തിൽ തൈമരങ്ങൾ നടുമ്പോൾ അവിടുത്തെ അടിക്കാടുകൾ മുഴുവനായി വെട്ടുകയും യാക്കുകയും ചെയ്യും. ഇവിടെ അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല. മാത്രമല്ല അതിന് ഈ ടെൻഡർ ക്ഷണിക്കുകയും ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ പിടിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം പിന്നീട് ഈ ടെൻഡർ നടപടികൾ എടുത്തെങ്കിൽ പോലും ആ അടിക്കാട് വെട്ടുന്ന നടപടി പൂർത്തിയായിരുന്നില്ല. അത് ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി വല്ലാതെ വലുതാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചർച്ച ഇത്രയും വലിയൊരു തീപിടുത്തം സ്വാഭാവികമായും ഉണ്ടായാൽ അത് നിയന്ത്രണ വിധേയമാക്കാമായിരുന്നതായിരുന്നു. പക്ഷേ ഈ അടിക്കാട് വെട്ടാത്തതുൾപ്പെടെയുള്ള കാരണങ്ങളും പ്രത്യേകിച്ചും വേനൽ കൂടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപ്തി വല്ലാതെ വലുതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് സ്വാഭാവികമായി അധികൃതരുടെ മേൽ ഒരു ചോദ്യം ഉയരുന്ന ശ്രീകുമാരി കൂടി ചെയ്യുന്നു. ശ്രീത്ത്, നമുക്ക് അറിയേണ്ടത് ഈ ജനവാസ മേഖലയിൽ നിന്ന് തന്നെ തീ പടർന്നു എന്നൊരു നിഗമനത്തിലേക്ക് ഈ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് തൊഴിലാളികൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? അവിടെ നിന്നും നേരിട്ട് പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുന്നത് എന്താണ്? ഇതിൽ ഈ തീ എങ്ങനെ ഉണ്ടായെന്ന കാര്യം അറിയണമല്ലോ. നമ്മൾ അല്പസമയം മുൻപ് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ ദൃശ്യങ്ങൾ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ ഒന്ന് പാൻ ചെയ്ത് കാണിക്കും. അതായത് പൂർണ്ണമായി തീ പടർന്ന് പിടിച്ച് അത് കെട്ടടങ്ങിയ ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തൊഴിലാളികൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടേക്ക് ആളുകൾ കടന്നു വന്ന ജനവാസ മേഖല ഏതാണ്ട് ഇതിനോട് തൊട്ടപ്പുറത്തൊക്കെ ജനവാസ മേഖലയുണ്ട്. പക്ഷേ ഈ പ്രദേശത്തേക്ക് എങ്ങനെ തീ പടർന്നു എന്ന ചോദ്യത്തിന് നാട്ടുകാരിൽ ആരോ ഒരാൾ തീയിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മൊഴി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഇവിടുത്തെ തൊഴിലാളികൾ എന്ന് പറയുന്നത്. തൊഴിലാളി ലയങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. സ്വാഭാവികമായി ഇനി ആ മേഖലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അബദ്ധവശാൽ തീ പടർന്നതാണോ ഇല്ലയോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ വലിയ ഭീകരതയാണ്. നമ്മൾ രാവിലെ വരുന്ന സമയത്ത് ഒരു ഭാഗത്തൂടെ നോക്കുന്ന സമയത്ത് മൂന്നാറിലൊക്കെ എത്തിപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കണ്ടു ഏതാണ്ട് പുകയായിരുന്നു, അത് മഞ്ഞായിരുന്നില്ല, മഞ്ഞും പുകയും കൂടി ചേർന്നൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായി എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം. പക്ഷേ നേരത്തെ സലീം സൂചിപ്പിച്ചതുപോലെ ഇനി
ചൂട് കൂടും. ഒരു 10-11 മണിയോടുകൂടി കടുത്ത ചൂടാണ്. പുനലൂർ മേഖലയിലൊക്കെ സാധാരണ കടുത്ത ചൂട് ഈ കൊല്ലം ഈ പ്രദേശത്തൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചൂട് കൂടുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ വീണ്ടും തീപിടുത്തം ഉണ്ടാകുമോ? ഏതാണ്ട് 53ഓളം എണ്ണപ്പനകൾ കത്തി നശിച്ചു എന്നാണല്ലോ ഒരു കണക്കുള്ളത്. സ്വാഭാവികമായി ഇനി പുതിയ തൈകളാണ് കത്തി നശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഇനി കൂടുതൽ അടിക്കാടുകൾക്ക് തീ പിടിക്കുമോ എന്നൊരു ആശങ്ക ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഈ അതോറിറ്റിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച, ഓയിൽ പാം അതോറിറ്റിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന. കാര്യമായൊരു പരിപാലനം നടന്നിട്ടില്ലേ? ഈ അടിക്കാടുകൾ വെട്ടുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള യഥാർത്ഥത്തിൽ ഈ എണ്ണപ്പനയിൽ പോയിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ നാടാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ചൽ, ഏരൂർ. എൻ്റെ സഹോദരിയൊക്കെ അവിടെ അടുത്താണ് താമസിക്കുന്നത്. പുള്ളി അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഏരൂർ അതിൻ്റെ അതിർത്തിയിലാണ് ഈ എണ്ണപ്പന. വലിയൊരു എണ്ണപ്പന തോട്ടമാണ്. പക്ഷെ അവിടെ ഇങ്ങനൊരു ഇത്രയും വലിയൊരു തീ എങ്ങനെ പിടിച്ചു എന്നുള്ളത് നമുക്കൊരു അത്ഭുതമാണ്. ആരും തീയിട്ടൊന്നൊക്കെ അങ്ങനെ പറയുന്നു. ജനവാസ മേഖലയിൽ തന്നെ തീ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പക്ഷെ അന്വേഷിച്ചാൽ മാത്രമേ കണ്ടെത്താൻ പറ്റൂ. അതെ. പ്രജനെ പിന്നെ ഒരു തമാശ പറയുന്നു, മറ്റുള്ള ചാനലുകാരൊന്നും അറിയാതെ രഹസ്യമായിട്ട് ഇവിടെ വന്ന നന്നായി പറയുന്നു, അല്ലെങ്കിൽ അവർ അടിച്ചു മാറ്റിയതിന്. അയ്യോ, ഇത് ഓപ്പണാ, എല്ലാവർക്കും വരാം. പക്ഷെ നമുക്കൊരു പെർമിഷൻ കിട്ടിയ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിട്ടി. അതുകൊണ്ട് നമ്മളിത് എക്സ്ക്ലൂസീവ് ആകുന്നു. ഇറ്റ്സ് ആൻ എക്സ്ക്ലൂസീവ് എറോ ഷോ ഫോർ 24 വ്യൂവേഴ്സ് ഫ്രം Yelahanka, Bangalore.